നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. വോട്ടർ പട്ടിക വിവാദം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. നാലോണ നാളിലെ പുലിക്കളിക്കായി പുലിമടകൾ ഒരുങ്ങും. ഇത്തവണ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. ദേശീയപാത ചാലക്കുടി മുരുങ്ങൂരിൽ 16 മണിക്കൂറോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത് 10 കിലോമീറ്റർ വരെ. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കയറ്റിറക്ക് മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. നാളെ ചിങ്ങം 1. പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന്, 8-ന് പുലിക്കളി. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. കോൺഗ്രസ് BJP കൌൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. പ്രതിഷേധിച്ച് വ്യാപാരികൾ. വിശദാംശങ്ങളിലേക്ക്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും വേട്ടയാടപ്പെടുമ്പോൾ മൗനം തുടരുന്ന ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ തിരിഞ്ഞു നോക്കാത്ത ജനാധിപത്യത്തെ കള്ളവോട്ടിലൂടെ തകർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ചെമ്പൂക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ചേറൂർ പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ശക്തമായ ജലപീരങ്കിയിൽ സൈൻ ബോർഡ് വീണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ വിഷ്ണു, ജോയ് എന്നിവർക്ക് പരിക്കേറ്റു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്, ജില്ലാ ട്രഷറർ K സെന്തിൽലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റോസൽ രാജ്, ഫസീല, സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതികരണം നടത്തി. 2 അക്ഷരം മിണ്ടാൻ എന്തെങ്കിലും ഒരു പ്രതികരണം. തരത്തിലുള്ള കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. ആ കള്ളന്മാരുകളിലെല്ലാം വ്യത്യസ്തമായി വോട്ട് കച്ചവടം കൂടുതൽ ചിന്തിപ്പിച്ചതും ആശങ്കപ്പെടുത്തിയതും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ കശാപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജനാധിപത്യ കശാപ്പിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വിജയിച്ച നമ്മുടെ അനുഭവം. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന് ലാത്തി കൊണ്ട് അടിയേറ്റ സംഭവത്തിൽ BJP നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. മാർച്ചിനിടെ വിരോധം തീർക്കാൻ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഒരു പ്രകോപനവുമില്ലാതെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ തലയ്ക്കടിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടു. ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്കടിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സുരേഷ് ഗോപി MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മിനി ക്യാബിനറ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നുവെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം P. സന്തോഷ് കുമാർ MP. രാഷ്ട്രീയത്തിൽ ഒരു അശ്ലീലം പോലെ ഉയർന്നു നിൽക്കുകയാണ് സുരേഷ് ഗോപിയെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. തൃശൂരിൽ CPI സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സദസ്സ് സംഘടിപ്പിച്ചത്.
സവർക്കറുടെ ചിത്രം വലുതാക്കി മഹാത്മാഗാന്ധിക്ക് മീതെ പ്രതിഷ്ഠിക്കുകയെന്ന പാതകം ചെയ്തത് സുരേഷ് ഗോപിയുടെ മന്ത്രാലയമാണെന്ന് സദസ് ഉദ്ഘാടനം ചെയ്ത പി സന്തോഷ് കുമാർ MP പറഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കുമ്പോൾ അതും ഒരു പുതിയ കാര്യമായിരിക്കണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലോളം കാലമായി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ധാരാളമായ ആക്ഷേപങ്ങളുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ടാമ്പറിംഗ്, അതിനെ കൃത്രിമമായി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ആകെ അട്ടിമറിക്കുന്ന സ്ഥിതി. അങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന ഒരു ലേഖനം തന്നെ എഴുതിയത് BJPയുടെ കഴിഞ്ഞ MP ആയിരുന്ന ജയന്ത് സിൻഹയാണ്. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം. സുരേഷ് ഗോപി രാഷ്ട്രീയ മാലിന്യമെന്ന് സന്തോഷ് കുമാർ ആരോപിച്ചു. തൃശൂർക്കാരുടെ ഈ വിധി ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെയെന്നും സന്തോഷ് കുമാർ പരിഹസിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരനായകന്മാരായി ഉദയം ചെയ്യുന്ന പുതിയ കാഴ്ചയാണ് കാണേണ്ടി വരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ MP CN ജയദേവൻ അധ്യക്ഷത വഹിച്ചു. KP രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവരും സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. നാലോണ നാളിലെ പുലിക്കളിക്കായി പുലിമടകൾ ഒരുങ്ങുന്നു. ഇത്തവണ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. പുലിക്കളി എന്നാൽ തൃശൂർക്കാർക്ക് ഹരമാണ്. കുട്ടിപ്പുലികളും കുടവേറൻ പുലികളും പെൺപുലികളും പുള്ളിപ്പുലികളും നിറങ്ങളിൽ നീരാടിയ പുലികളും സ്വരാജ് റൗണ്ടിൽ ചെണ്ടയുടെ ചടുലതാളത്തിനൊത്ത് ചൂടുവയ്ക്കുമ്പോൾ തൃശൂർക്കാരുടെ മെയ്യും മനസ്സും അറിയാതെ നിറയും. പിന്നെ പുലിക്കൊട്ടും പനന്തേങ്ങയും എന്ന ചെണ്ടയുടെ രൗദ്രതാളത്തിനൊത്ത് പുലിപ്രേമികളും താളം പിടിക്കും, ആനന്ദ നൃത്തമാടും. ഇത്തവണ 9 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. തൃശ്ശൂർ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം 9 ടീമുകളാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെയധികം മനോഹരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ വ്യത്യസ്തമായ സംഘാടന സമിതിയിലൂടെ തന്നെ നടത്തി പോയിട്ടുണ്ട്. ഈ വർഷം വിദേശത്തു നിന്നടക്കം ഒട്ടനവധി ആളുകൾ പുലിക്കളി വീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ വരവിന് വേണ്ടിയിട്ടും തൃശ്ശൂർ നഗരത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ചേർത്തുകൊണ്ട് വളരെ മനോഹരമാക്കുന്നതിനുള്ള കോർപ്പറേഷൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യം പുലി വരയ്ക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം സമ്മാനം കൂടി ഈ പ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിയൂർ യുവജന സംഘം, അയ്യന്തോൾ ദേശം, സീതാറാമിൽ ദേശം, കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം, ചക്കാമുക്ക് ദേശം, ശങ്കരൻകുളങ്ങര ദേശം, നായ്ക്കനാൽ പുലിക്കളി സമാജം, പാട്ടുരായ്ക്കൽ ദേശം കായിക സാംസ്കാരിക സമിതി, വെളിയന്നൂർ ദേശം എന്നിവയാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുക. എന്തായാലും ഇത്തവണയും പുതുമകളുടെ പകർന്നാട്ടം തന്നെയാകും പുലിക്കളി. ഒരുപാട് പുതുമകൾ രഹസ്യമായി തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സെപ്റ്റംബർ 8-നാണ് ഇത്തവണത്തെ പുലിക്കളി. പുലിപ്രേമികൾ കാത്തിരിക്കുകയാണ് നാലോണ നാളിലെ മത്തുപിടിപ്പിക്കുന്ന ആ പുലിക്കളിക്കായി. ചെണ്ടയുടെ ചടുലതാളത്തിനൊപ്പം അരമണികിലിക്ക് കുടവയർ കുലുക്കി പുലിക്കൂട്ടം തൃശൂർ സ്വരാജ് റൗണ്ടിലിറങ്ങാതെ തൃശൂർക്കാരുടെ ഓണം ഓണമാകില്ല. എന്തായാലും ഇത്തവണ പുലിമടകളിൽ നേരത്തെ കൂട്ടി തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തി തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകളിലേക്ക്. ദേശീയപാത ചാലക്കുടി മുരിങ്ങൂരിൽ 16 മണിക്കൂറോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് കിലോമീറ്ററുകൾ നീളുന്ന സ്ഥിരം ഗതാഗത കുരുക്കിന് കാരണം. 10 കിലോമീറ്റർ അകലെ കൊടകര വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ കടന്നുപോകാൻ ഭാരവാഹനങ്ങൾ ഏറെ സമയം എടുക്കുന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേതടക്കം പോകാൻ ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഗതാഗത കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് 1 മാസത്തേക്ക് പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് നിർത്തിവച്ചിരുന്നു. സുപ്രീംകോടതി ദേശീയപാത അതോറിറ്റിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇരു കോടതികളും ഇടപെട്ടിട്ടും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കരാറുകാരൻ പുതിയ നിരക്ക് ഈടാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. ലോറികളിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് കരാറുകാരൻ തടയുകയായിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു. തുടർന്ന് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 ചക്ര വാഹനങ്ങൾക്ക് 30 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 70 രൂപയും 12 ചക്ര വാഹനങ്ങൾക്ക് 265 രൂപയും 16 ചക്ര വാഹനങ്ങൾക്ക് 649 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് വാഹന ഉടമകൾ പറഞ്ഞു. പേട്ടക്കുലി വർദ്ധിപ്പിച്ചതോടെ ചരക്ക് വാഹനങ്ങൾ തൃശൂർ മാർക്കറ്റിലേക്ക് ഇനി വരില്ലെന്ന ആശങ്കയിലാണ് കയറ്റിറക്ക് തൊഴിലാളികൾ. പോലീസും കോർപ്പറേഷൻ അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്ന് ചരക്ക് നീക്കം പുനരാരംഭിച്ചു. നാളെ ചിങ്ങം 1, മലയാളിയുടെ പുതുവർഷ പിറവി. കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. മഴമേഘങ്ങൾ കരിമ്പടം പുതച്ചു നിൽക്കുകയാണ്. ഇടിച്ചുകുത്തി പെയ്തിട്ടും മതിവരാതെ കാലവർഷം പിന്നെയും ചാറി നിറയുന്നു. ആ മഴ നൂലിഴകൾക്കിടയിലൂടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് കേരളക്കര. പ്രതീക്ഷകളുടെ പോക്കുവെയിൽ തുണ്ടുകൾ വീണുകിടക്കുന്ന ഇടവഴിയിൽ ചിങ്ങപ്പുലരികൾ വിരുന്നു വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് മലയാളി. ഗൃഹാതുര സ്മരണകൾ കതിരൊളി വീശുന്ന ഉമ്മറപ്പടിയിലിരുന്നാണ് പുതുവർഷത്തിനുള്ള വരവേൽപ്പ്. പോയ കാലത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം വേട്ടയാടുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തിന്റെ പതാകയുമായി നല്ലൊരു നാളെയിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം. പൂവിളികൾ ഉയരുമ്പോൾ മനം തുടികൊട്ടിപ്പാടട്ടെ മാവേലി നാടിന്റെ നന്മ നിറഞ്ഞ നാളുകളെക്കുറിച്ച്. ചിങ്ങം 1 കേരളക്കരയ്ക്ക് കർഷക ദിനം കൂടിയാണ്. മണ്ണറിഞ്ഞ് ജീവിക്കുന്ന ഓരോ മലയാളിയിലും സന്തോഷം കൊണ്ടുവരുന്ന കാലം. ഓണപ്പുലരികളിലേക്കുള്ള കാത്തിരിപ്പാണിനി. ഒരുമയുടെ ഒട്ടുരുളിയിൽ കൂട്ടായ്മയുടെ വിഭവങ്ങളൊരുക്കി നമുക്ക് നല്ല അയൽക്കാരാകാം. കൈകൾ കോർത്തു പിടിച്ച് നാടിനെ ചേർത്തു നിർത്തി ഐശ്വര്യത്തിന്റെ പൂക്കളങ്ങളൊരുക്കാം. അങ്ങനെ നന്മ നിറഞ്ഞ മനുഷ്യനാകാം, നല്ലൊരു മലയാളിയാകാം. ന്യൂസ് ഡെസ്ക് TCV. ചിങ്ങപ്പിറവി ദിനത്തിൽ കണ്ണന് മുന്നിൽ താലികെട്ടാൻ വധുവരന്മാരുടെ നീണ്ട ബുക്കിംഗ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിങ്ങമൊന്നായ ഞായറാഴ്ച 174 വിവാഹങ്ങളാണ് മുൻകൂറായി ഷീട്ടാക്കിയിട്ടുള്ളത്. രാത്രി ക്ഷേത്രനട അടയ്ക്കുന്നതുവരെയും ഞായറാഴ്ച ഷീട്ട് ആക്കാൻ സൗകര്യമുള്ളതിനാൽ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാറ്. തിരക്ക് നിയന്ത്രിക്കാനായി 6 മണ്ഡപങ്ങളിൽ ഒരേ സമയം താലികെട്ട് നടക്കും. ചിങ്ങം അവസാന വാരം വരെയുള്ള ദിവസങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വിവാഹം ഷീട്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചിങ്ങത്തിൽ റെക്കോർഡ് വിവാഹങ്ങളാണ് നടന്നത്. 2024 ഓഗസ്റ്റ് 9 334 വിവാഹങ്ങൾ നടന്നതാണ് റെക്കോർഡായത്. ഇത്തവണ ഇത് മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വിവാഹത്തിനും ദർശനത്തിനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. കോൺഗ്രസ് BJP കൗൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. കൂർക്കഞ്ചേരി സെന്റർ മുതൽ സ്വരാജ് റൗണ്ട് വരെയുള്ള 2 കിലോമീറ്ററിലധികം ദൂരം 10 കോടി രൂപ ചെലവഴിച്ച് 3 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കുറുപ്പം റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഔദ്യോഗികമായ സമർപ്പണം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ സ്വരാജ് റൗണ്ടിന്റെ തകർച്ചയ്ക്കും പൈതൃകം തകർത്തതും മുൻ മേയർ R. ബിന്ദുവാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. കോൺക്രീറ്റ് റോഡിന്റെ പ്രവൃത്തികൾ തൃപ്തികരമല്ലെന്നും റോഡിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്കും 300ഓളം വരുന്ന വ്യാപാരികൾക്കും അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണം വഴി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാനകളും നടപ്പാതകളും ഇല്ലാത്തതിനാൽ മിക്കവാറും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകി ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു.
പൊതുജനങ്ങളുടെയും വ്യാപാര സമൂഹത്തിന്റെയും നിരവധി പരാതികൾ നിലനിൽക്കെ ഇതൊന്നും പരിഹരിക്കാതെ നടത്തുന്ന മൂന്നാമത്തെ ഉദ്ഘാടനം BJP കൗൺസിലർമാരും ബഹിഷ്കരിച്ചു. ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിൽ റോഡിന്റെ ഇരുവശങ്ങളും അപകടാവസ്ഥയിലുള്ള സ്ഥിതിയിലാണെന്നും മഴവെള്ളം കടകളിലേക്ക് കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്നും BJP ആരോപിച്ചു. കോൺക്രീറ്റ് റോഡിൽ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും വിള്ളലുകളും കുഴികളും രൂപപ്പെട്ടതായും BJP കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. കുറുക്കഞ്ചേരി കുറുപ്പനോടിന്റെ സമർപ്പണ ചടങ്ങിനിടെ പ്രതിഷേധവുമായി പ്രദേശത്തെ വ്യാപാരികളും രംഗത്തെത്തി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ വ്യാപാരികൾ പ്രതിഷേധമറിയിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെട്ടിയങ്ങാടി യൂണിറ്റിന്റെയും കൊക്കാല യൂണിറ്റിന്റെയും നേതൃത്വത്തിലായിരുന്നു വായ് മൂടിക്കെട്ടി പ്രതിഷേധം. വ്യാപാര ഭവനിൽ നിന്ന് പ്ലക്കാർഡുകളും ബാനറുകളുമായി ആരംഭിച്ച മൗനജാഥ ഉദ്ഘാടന വേദിക്ക് മുന്നിലൂടെ കുറുപ്പൻ റോഡ് ബെൽമൌത്തിലെത്തി തിരിച്ച് ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ സമാപിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജൂഷി തേറാട്ടിൽ, ചെട്ടിയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് സെബി വർഗീസ്, ആന്റോ തോട്ടാൻ, CA ഷംസുദ്ദീൻ, PP പ്രകാശ്, മിനി സന്തോഷ്, ഇളവരശി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായതാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. അച്യുതമേനോൻ അനുസ്മരണ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അച്യുതമേനോനെ അനുസ്മരിക്കുന്നതിനായി തൃശൂരിൽ ഉചിതമായ സ്മാരകം വേണമെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പറഞ്ഞു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് മന്ത്രി K രാജൻ സമർപ്പിച്ചു. പ്രൊഫസർ സഫി മോഹൻ സ്മാരക പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ P ബാലചന്ദ്രൻ MLA, KK വത്സരാജ്, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമനുണ്ണി, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം കാണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. കൂനമുച്ചി സ്വദേശി കുത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി. ആന്റണിയുടെ ഭാര്യ പുഷ്പ, കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം മരിച്ചിരുന്നു. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി വിനോദ്, കണ്ണൂർ ചെറുകുന്ന് സ്വദേശി ചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം കിൻഡ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ്, കുന്നംകുളം. രാഷ്ട്രനിർമ്മിതിക്ക് ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തോട് സർക്കാർ വലിയ വിവേചനം കാട്ടുകയാണെന്ന് CBCI പ്രസിഡന്റും അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടുള്ള സർക്കാർ വിവേചനത്തിനെതിരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സമര പ്രഖ്യാപന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. സർക്കാരിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം നേരിടുന്നത് വേദനാജനകമായ അനുഭവങ്ങളാണ്. നിയമനങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. 2018 മുതൽ 21 വരെ നടത്തിയിട്ടുള്ളത് താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ്. ശമ്പളം കിട്ടാതെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ബഹുഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിനോട് ഈ അനീതിയെന്നും മാർ താഴത്ത് ചോദിച്ചു. എത്രയും വേഗം അധ്യാപക നിയമനം അംഗീകൃതമാക്കി അവർക്ക് ശമ്പളം ലഭ്യമാക്കണമെന്ന് മാർ താഴത്ത് ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന സമര പ്രഖ്യാപന കൺവെൻഷനിൽ മാർ ആൻഡ്രൂസ് താഴത്ത് സമരാഗ്നി തെളിയിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം, ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത പ്രസിഡന്റ് AD സാജു, തൃശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ടീച്ചേഴ്സ് ഗിൽഡ് സെക്രട്ടറി ജോഫി C മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം.
മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. വീട്ടിലെ AC-യിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. മാള പുത്തഞ്ചിറ പാറയങ്കാട് സ്വദേശി താനത്ത് പറമ്പിൽ അൻവറാണ് മരിച്ചത്. അബുദാബിയിൽ കപ്പലിൽ ജോലിക്കാരനായ ഇയാൾ 10 ദിവസം മുൻപാണ് അവധിയിൽ നാട്ടിലെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച 50-കാരന് 33 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കയ്പമംഗലം സ്വദേശി വെട്ടുകാതിൽ വീട്ടിൽ രഘുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2024 ജൂൺ 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 13 വയസ്സുകാരിയെയാണ് പ്രതി വലിച്ചിഴച്ച് അടുത്തുള്ള പാമ്പുകാവിനരികിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. ക്യാൻസർ രോഗത്താൽ കിടപ്പിലായ അമ്മൂമ്മയും ഇളയ അനുജത്തെയും മാത്രമാണ് സംഭവ സമയം കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. മഹാപ്രളയത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് 7 ആണ്ട് തികഞ്ഞു. അന്ന് ഏറെ നാശനഷ്ടം നേരിട്ട ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ്. ചാലക്കുടി നഗരസഭയുടെ പുഴയോരം പ്രദേശത്തും പരിയാരം മേലൂർ കാടുകുറ്റി പഞ്ചായത്തുകളുമാണ് അന്ന് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേലൂരിലെ ഡിവൈൻ ലഹരിമുക്ത കേന്ദ്രത്തെ മുക്കിയ പ്രളയത്തിൽ 100ഓളം രോഗികളുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പടിഞ്ഞാറേ ചാലക്കുടിയിൽ വീടിടിഞ്ഞു വീണ നഗരത്തിലെ വ്യാപാരിയും അമ്മയും മരിച്ചത് പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ്. വെട്ടിക്കുഴിയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയുടെ മരണവും സ്വകാര്യ ബസ് ജീവനക്കാരന് മുരിങ്ങൂരിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായതും കണ്ണീരോർമ്മകൾ. ചാലക്കുടി നഗരത്തിലും ദേശീയപാതയിലും വെള്ളം കയറി. വെറ്റിലപ്പാറ പാലം ഭാഗികമായി തകർന്നു. പ്രളയത്തിൽ പുഴയിലൂടെ ഒഴുകിയ മരങ്ങൾ വെട്ടുകാട് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്നു. ഒടുവിൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി. പാലം തന്നെ ഒലിച്ചു പോകുമോ എന്ന പേടിയുണ്ടായി. പിന്നീട് ഇവിടം കേന്ദ്രീകരിച്ചു നടന്നത് വിലമതിക്കാനാകാത്ത രക്ഷാപ്രവർത്തനം. വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും കുറച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് മേലൂർ. കൂടെ കാടുകുറ്റിയും സമാനമായ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഓർമ്മകൾ അനുസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥയിൽ കാണുന്ന വ്യതിയാനം തീർത്തും ഭീതിജനകമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കുറേ കാലത്തെ ഓർമ്മകൾ പിന്നോട്ട് പോകുമ്പോൾ തികച്ചും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു അനുഭവമായി നിലനിൽക്കുകയാണ്. മഹാദുരന്തവും കെടുതികളും രക്ഷാപ്രവർത്തനവുമെല്ലാം വരും തലമുറയുടെ ഓർമ്മയിലേക്ക് പകരാൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാടും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCB ന്യൂസ്, ചാലക്കുടി. കുറാഞ്ചേരി ദുരന്തത്തിന് 7 ആണ്ട്.
പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഉറ്റവരും സ്നേഹിതരും പ്രണാമം അർപ്പിച്ചു. 2018 ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 19 ജീവനുകളാണ് പൊലിഞ്ഞത്. അനുസ്മരണ യോഗത്തിൽ MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, MR അനൂപ് കിഷോർ, MR സോമനാരായണൻ, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. കയ്പമംഗലം പള്ളിത്താനം സ്വദേശി തേപ്പറമ്പിൽ വീട്ടിൽ സനൂപാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സനൂപിന്റെ വീട്ടിൽ MDMA പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കാനായി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. നിലവിൽ 1 ഇഞ്ച് തുറന്നിട്ടുള്ള ഷട്ടറുകൾ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തി 5 ഇഞ്ചാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലെ തോതിൽ നിന്ന് പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് കർഷക ഫോറം ചെമ്പൂക്കാവിലെ ജില്ലാ കൃഷി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോബി കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കർഷക ഫോറം കോർഡിനേറ്റർ അലൂഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, KC ഡേവിസ്, ലീല വർഗീസ്, ഡോക്ടർ ജോൺസൺ ആളൂർ, ജോസ് പള്ളിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടറേറ്റിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന ട്രഷറർ ഷാഹിദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EV അശോകൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KA ബ്രിൻഡോ, ജില്ലാ സെക്രട്ടറി സജി ജോസഫ്, ഭാരവാഹികളായ K മുസ്തഫ, രതീഷ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിക്കൊപ്പം വിപണിയും ഒരുക്കി മാള കോൾക്കുന്നിലെ ഹരിതസംഘം വേറിട്ട മാതൃകയാകുന്നു. കൃഷിയും വിപണിയും ഒപ്പം ചേർന്നതോടെ സംഘത്തിന്റെ 1 വർഷത്തെ വിറ്റുവരവ് 2 കോടി കടന്നു. 12 കർഷകരാണ് കൂട്ടായ്മയിലുള്ളത്. 12 വർഷം മുൻപ് സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആശയത്തിൽ നിന്ന് തുടങ്ങിയ കൂട്ടായ്മ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തിയാണ് വിപുലീകരിച്ചത്. 100 ഏക്കറിലധികം സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കുന്നത്. കർഷകരുടെ കൂട്ടായ്മയായ ഹരിതസംഘം ഒരുക്കിയ വിപണിയിൽ അവർ നിശ്ചയിക്കുന്ന വിലയാണുള്ളത്. പൊതുവിപണിയോട് മത്സരിച്ചു തന്നെയാണ് ഇവരുടെ കച്ചവടം. കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന വിപണിയും വിലയിലെ ചൂഷണവും ഒഴിവാക്കാൻ കഴിഞ്ഞതാണ് കൃഷി ലാഭത്തിലാക്കാൻ ഇടയാക്കിയതെന്ന് കൂട്ടായ്മയിലെ KS സിനോജ് പറഞ്ഞു. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു അധികം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ മാത്രം വിൽക്കണ ഒരു ഷോപ്പായിട്ട് നമ്മളതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പം നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലഭ്യത കുറഞ്ഞാൽ മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങളും വാങ്ങും. 20-ലധികം പച്ചക്കറി ഇനങ്ങളാണ് സംഘത്തിലെ കർഷകർ സ്വന്തമായി വിവിധയിടങ്ങളിൽ കൃഷി ചെയ്യുന്നത്. 2012 സംഘം രൂപീകരിച്ച വർഷം മികച്ച ക്ലസ്റ്ററിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. 16 അംഗങ്ങളുള്ള സംഘം ദിവസവും 1500 കിലോയിലധികം പച്ചക്കറി വിളവെടുത്ത് വിൽക്കുന്നുണ്ട്. സീസണിൽ ഉൽപ്പാദനവും വിൽപ്പനയും 5000 കിലോ വരെ എത്തും. സ്വന്തമായി വിപണി കണ്ടെത്തിയതാണ് ഈ കൂട്ടായ്മയുടെ വലിയ വിജയം. TCV ന്യൂസ്, മാള. പ്രൗഡ് കേരള ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ജില്ലാതല പരിപാടി സെപ്റ്റംബർ 17 തൃശൂരിൽ സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച ആലോചന യോഗം തൃശൂർ വിവേകോദയം സ്കൂളിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രൗഡ് കേരള ട്രസ്റ്റ് ചെയർമാൻ മലയൻകീഴ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, കോൺഗ്രസ് നേതാക്കളായ PA മാധവൻ, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, K സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തി ഗാന സദസ്സായ ഭാരതീയം നടന്നു. 300ഓളം കുട്ടികൾ അണിനിരന്നു. വിദ്യാർത്ഥികളിൽ ദേശീയ അവബോധവും മാതൃരാജ്യസ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിപ്പിച്ച ഭാരതീയം ദേശഭക്തിഗാന സദസ്സ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി, നഗരസഭാ കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ, കെ അജിത് കുമാർ, കെ ടി ജോയ്, ദേശഭക്തിഗാന സദസ്സിന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ടീഷർട്ട് സ്പോൺസർ ചെയ്ത ഡാൽമിയ സിമൻസിലെ ടെക്നിക്കൽ ഹെഡ് അബിപാൽ, AB ബിൽഡിംഗ് ആൻഡ് മെറ്റീരിയൽ MD അഷ്റഫ്, സ്കൂൾ മാനേജർ ശശികുമാർ, സ്കൂൾ HM ഗീത സജീവ് മേനോൻ, PTA പ്രസിഡന്റ് സണ്ണി CA, പ്രിൻസിപ്പൽ ഷീബ TG, MPTA പ്രസിഡന്റ് നേഹ അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 9 ദേശഭക്തി ഗാനങ്ങളാണ് സദസ്സിൽ ആലപിച്ചത്. പങ്കെടുത്ത 300ഓളം വിദ്യാർത്ഥികൾ അവധി ദിനങ്ങളിൽ സ്കൂളിലെത്തിയായിരുന്നു പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് പരിശീലനം നൽകിയത് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആൽബങ്ങളിൽ ഗായിക കൂടിയായിട്ടുള്ള പ്രിയമോളാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയെ ദേശത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള ഒരു കൂട്ടായ്മയിലൂടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവോദയം സ്കൂൾ ഭാരതീയം ദേശഭക്തിഗാന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിച്ചു. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മധുരം പങ്കുവച്ചും പരസ്പരം ആശംസകൾ കൈമാറിയും തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമാക്കി. മൃതദേഹം വിട്ടുകൊടുക്കാൻ സ്വന്തം വള ഊരിക്കൊടുത്തും ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകിയും ആംബുലൻസിന് മുന്നിൽ ഓടി രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഗതാഗത കുരുക്കിനുള്ളിൽ വഴിയൊരുക്കിയും കാരുണ്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും പ്രതീകമായി മാറിയ തൃശൂർ സിറ്റി പോലീസ് ASI അപർണ ലവകുമാർ പതാക ഉയർത്തി. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രുതി ASI അപർണയെ പൊന്നാടയണിയിച്ചും സ്നേഹോപഹാരം കൈമാറിയും ആദരിച്ചു. തൃശൂർ പറക്കൂട്ട് ലൈനിൽ മലമ്പാമ്പിനെ പിടികൂടി. വെള്ളിയാഴ്ച രാത്രിയിലാണ് റോഡരികിൽ പാമ്പിനെ കണ്ടത്. വന്യജീവി സംരക്ഷകരെത്തി പാമ്പിനെ പിടികൂടി. ചാവക്കാട് നഗരത്തിൽ ടോറസ് ലോറിയും സൈക്കിളും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. ചാവക്കാട് തെക്കഞ്ചേരി താഴെ കൊമ്പൻകണ്ടി വീട്ടിൽ 63 വയസ്സുള്ള അസീസാണ് മരിച്ചത്. കുഴൂർ പാറപ്പുറത്ത് കിടപ്പ് രോഗിയുടെ പെൻഷൻ മസ്റ്ററിങ്ങിനെത്തിയ അക്ഷയ സംരംഭകനെ നായ കടിച്ചു. അക്ഷയ സംരംഭകൻ ജൻസനെയാണ് പാറപ്പുറത്തെ കിടപ്പ് രോഗിയുടെ വീട്ടിലെ നായ കടിച്ചത്. കാലിൽ കടിയേറ്റ ജെയ്സൺ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇനി വാണിജ്യം. ചിങ്ങപ്പിറവിക്ക് മുൻപേ ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻസുമായി കേരള വസ്ത്രാലയം അണിഞ്ഞൊരുങ്ങി. കേരളീയ പാരമ്പര്യത്തിന്റെ നന്മ കൈവിടാതെ തന്നെ ആധുനികതയെ ചേർത്ത് പിടിച്ച് മനോഹരമായ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുമായി കേരള വസ്ത്രാലയം എന്നും മലയാളികൾക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. ഓണക്കാലം വിവാഹ സീസൺ കൂടിയാണ്. എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളും ആവശ്യക്കാർക്കനുസരിച്ച് കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ്. ഓണക്കോടികളും വിവാഹ പട്ടുസാരികളും മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ലാത്തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഡ്രസ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ്. കേരള വസ്ത്രാലയത്തിന് ജനങ്ങൾക്കിടയിൽ എന്നും ഒന്നാം സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്നത് തുണിത്തരങ്ങളുടെ ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും കൊണ്ടാണെന്ന് ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ തൃശൂരിലെ 10ാമത് ഷോറൂമാണ് പൂത്തോളിലേത്. ഞായറാഴ്ച രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പി ബാലചന്ദ്രൻ MLA ആദ്യ വിൽപ്പന നിർവഹിക്കും. കോർപ്പറേഷൻ കൌൺസിലർ സാറാമ റോബ്സൺ, ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടാണ് നന്ദിലത്ത് ജിമാർട്ട് നൽകുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാ നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമുകളിൽ നിന്നും 2025 ജൂലൈ 20 മുതൽ 2026 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവർക്കായി ജിമാർട്ട് വക്ക ലക്ക ഓഫറിലൂടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ, 100 LED ടിവികൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 റെഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും
കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാം. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഒരു 32 ഇഞ്ച് LED TV വീതം 10 ടിവികൾ സമ്മാനമായി നൽകുന്നു. ചില്ലാക്സ് ഓഫറിന്റെ സമ്മാനദാനവും ഇതോടൊപ്പം നടക്കും. നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറടക്കം നിരവധി സമ്മാന പദ്ധതികളാണ് നന്ദിലത്ത് ജിമാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ്, ഡിവിഷൻ ഹെഡ് M പ്രവീൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,270 രൂപ, പവന് 74,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. വോട്ടർ പട്ടിക വിവാദം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. നാലോണനാളിലെ പുലിക്കളിക്കായി പുലിമടകൾ ഒരുങ്ങുന്നു. ഇത്തവണ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. ദേശീയപാത ചാലക്കുടി മുരുങ്ങൂരിൽ 16 മണിക്കൂറോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത് 10 കിലോമീറ്റർ വരെ. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കൈത്തിരക്ക് മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കൈത്തിരക്ക് സ്തംഭിച്ചത്. നാളെ ചിങ്ങം 1 പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന്, 8-ന് പുലിക്കളി. കോൺകെട്ടി ചെയ്ത് നവീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. കോൺഗ്രസ് BJP കൗൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. പ്രതിഷേധിച്ച് വ്യാപാരികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.